സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവില്ലാത്തോർക്കവൻ നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്കവൻ നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാത്തുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാത്തുമെല്ലാമൻ കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കല്യാണശാലയും എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന വേഗം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാം. വേഗം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാം. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു.
നമ്മളെല്ലാവരും ഇത്രയും നേരം ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലരൊക്കെ അതിന്റെ കൂടെ പാടുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ഒരുമിച്ച് ശ്രീയേശു നാമം എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകളെ അടിച്ചു പാടാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അത് ഈ ലോകത്തിലേക്ക് ഏറ്റവും ഉന്നതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന നാമമാണ്. ഈ നാമത്തെ നമുക്ക് വാഴ്ത്തിപ്പാടുവാനായിട്ട് ലഭിച്ചതായിരിക്കുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന പദവിയും നമുക്ക് ആ നിലയിൽ സന്തോഷത്തോടെ പ്രയോജനപ്പെടുത്താം. എല്ലാവർക്കും കൈകളെ അടിച്ച് ഈ ഗാനം ഒരുമിച്ച് പാടാം. അതിശയനാമം ഏഴയണിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീങ്ങാൻ എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീങ്ങാൻ എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്ധ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമും വല്ലഭത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമും വല്ലഭത്വമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു ഉന്നതന്റെ വന്ധ്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു ഉന്നതന്റെ വന്ധ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയണിക്കിമ്പനാമം
കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പന്തലിൽ, ഈ ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ മഹായോഗങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ഇവിടെ കൂടിയിരിക്കുന്നതായിരിക്കുന്ന ജനത്തോടും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ശക്തമായിരിക്കുന്ന ദൂത് അറിയിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്നും കർത്താവിന്റെ ദാസനിൽ കൂടെ നമുക്ക് അനുഗ്രഹീതമായിരിക്കുന്ന ദൈവവചനം കേൾക്കുവാനുള്ള ഒരു അവസരം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈ അവസരത്തിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും കർത്താവിന്റെ ദാസൻ ആത്മാവിന്റെ നിറവിൽ ദൈവവചനം ശക്തമായിട്ട് ശുശ്രൂഷിക്കേണ്ടതിനും കഴിഞ്ഞ ദിവസത്തെക്കാളൊക്കെ കൂടുതലായി ഇന്ന് ദൈവത്തിന്റെ ഭാഗത്തേക്ക് അനേകർ കടന്നു വരേണ്ടതിനും നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുവാനായിട്ട് രണ്ട് സഹോദരന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോതമംഗലം ടൗൺ ബ്രദറൻ സഭയിലെ സുവിശേഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ PM രാജു, പൈങ്ങോട്ടിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന OS ചന്ദ്രൻ സഹോദരൻ, ഇവർ രണ്ടുപേരും മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. അതിനെ തുടർന്ന് കർത്താവിന്റെ ദാസൻ ദൈവവചനം നമ്മളോട് ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ കൺവെൻഷൻ രണ്ടാം രാത്രിക്കായി തിരുനാമത്തിന് സ്തോത്രം. ഇന്നലെ രാത്രിയിലും കർത്താവെ ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് അറിയിപ്പാൻ കർത്താവിന്റെ ദാസനിലൂടെ അവിടുന്ന് സാധിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നലെ രാത്രികാലം കർത്താവെ ദൈവത്തിന്റെ ആലോചന അറിയിച്ചതിനേക്കാൾ ശക്തമായി ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുമാറാകണം എന്നടികളെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ ദേശത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവിക സന്ദേശം സംസാരിപ്പാനായിട്ട് അവിടുന്ന് ഇടയാക്കുമാറാകണമേ. തന്റെ ദാസനെ കൃത്യസമയത്ത് ദേശത്തോട് അയച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യാത്ര ക്ഷേമത്തോടെ സൂക്ഷിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് തന്റെ ദാസൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആലോചന ശുശ്രൂഷിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന ആ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേക രംഗങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ള തിരുവഴുത്ത് നിവർത്തിയുവാൻ തക്കവണ്ണം കർത്താവെ, ഈ പന്തലിൽ കർത്താവ് ശബ്ദപരിധിക്കുള്ളിൽ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഒരിക്കൽ കൂടെ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശബ്ദം വിളിച്ചു അന്തരീക്ഷമെല്ലാം അവിടുന്ന് അനുകൂലമാക്കി തീർക്കണമേ. അവിടുത്തെ ശബ്ദം എവിടെയെല്ലാം മുഴങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ആത്മാക്കൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും കർത്താവെ, ഈ ദേശത്തോട് കൃത്യമായിട്ട് ഇടപെട്ട് അനേക ആത്മാക്കളെ രക്ഷയ്ക്കായി തീരുവാൻ, നിത്യമായ നാശത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ അനേകർ കർത്താവെ ഒരുക്കുമാറാകണമെന്ന് അടിയളങ്ങിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നില കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. സകല മഹത്വം അവിടത്തേക്കുള്ളതാണ്. കർത്താവിന്റെ വചനാശ്വരമായി ശുശ്രൂഷിപ്പാൻ അവിടുന്ന് മന ബലപ്പെടുത്തിയാട്ടെ. എല്ലാ മഹത്വം അവിടത്തേക്ക് മാത്രം, ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയുടെ യാമങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതം കണ്ട എത്രയോ ജീവിതങ്ങൾ ഈ സന്ധ്യായാമം കാണാതെ മരണത്താൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടിയങ്ങൾക്ക് നീ നൽകി തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദപീഠങ്ങൾ ചേർന്ന് വന്ന് പ്രിയ കുഞ്ഞുങ്ങൾക്ക് പാടി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സമയം നീ അനുവദിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. സന്തോഷത്തോടെ സമാധാനത്തോടെ പാടുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം ഞങ്ങളുടെ കർത്താവിൻ്റെ നാമമാകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. അവിടുത്തെ വലിയ വാഗ്ദത്തങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ നടുവിൽ ഞാൻ വരാമെന്ന് പറഞ്ഞവൻ സ്വർഗം തുറന്ന് ഇന്ന് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിരിക്കയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. അതേ കർത്താവേ, ആ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അവിടുത്തെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ മഹത്വം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അവിടുത്തെ സ്നേഹമനുഭവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ വിലയേറിയ ഭക്തനിലൂടെ ഇന്ന് ആ മഹത്വവും സ്നേഹവും അവിടുത്തെ ശബ്ദവും ഞങ്ങൾ കേൾപ്പിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. 2000-ലധികം ആണ്ടുകളായി ഈ ലോകത്തോട് അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷത്താൽ നിന്റെ മഹത്വം കണ്ടവരും നിന്റെ സ്നേഹം അനുഭവിച്ചവരും ഇന്ന് നിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ കോതമംഗലം പ്രദേശത്തും അവിടുത്തെ മക്കളെന്ന് അനുഗ്രഹീതമാക്കുന്ന ബന്ധത്തിലേക്ക് ഒരു കൂട്ടത്തെ ഇന്ന് വേർതിരിച്ചിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കളുടെ ആഗ്രഹപ്രകാരം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഞങ്ങളുടെ സമസൃഷ്ടികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇങ്ങനൊരു യോഗങ്ങൾ ക്രമീകരിപ്പാനായിട്ട് നീ കൃപ സഹിതല്ലോ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന വചനങ്ങളെ നിന്റെ ദാസനിലൂടെ ഈ ദേശത്തിന് ആവശ്യമായ നിലയിൽ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. പിതാവേ, ഇന്ന് രാത്രിയിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വലിയ ഭക്തനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ജീവന്റെ വചനം ഇന്ന് നിന്റെ മകനിലൂടെ ജനഹൃദയങ്ങളെ ആകർഷിക്കത്തക്ക നിലയിൽ പാപബോധമുണ്ടാകുവാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ സംസാരിപ്പാൻ കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചന കേൾവിയാൽ അല്ലാതെ പാപമോചനം ഉണ്ടാകുകയില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ഞങ്ങൾ വായിക്കുന്നു. അതേ കർത്താവേ, നിന്റെ നാമത്തിൽ അവിടുന്ന് ചെയ്തിരിക്കുന്ന രക്ഷാമാർഗത്തെ വിളിച്ചറിയിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ കേൾക്കുവാനും വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ നിന്റെ ദാസനിലൂടെ കേൾക്കുന്ന സന്ദേശത്താൽ അനേക ജീവിതങ്ങൾക്ക് പാപബോധമുണ്ടായി കർത്താവിന് രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. പാടുവാനായിട്ട് നിന്റെ മക്കളെ ബലപ്പെടുത്തി അതിന്റെ പിന്നിലെ അധ്വാനങ്ങളും ക്രമീകരണങ്ങളെല്ലാം ചന്തവും ക്രമവുമായിട്ട് നടക്കുവാൻ ഇടവരുത്തിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ, ലൈറ്റിന്, മൈക്കിന്, മറ്റ് ക്രമീകരണങ്ങളെ അവിടെ നിന്ന് ഉചിതമായ നിലയിൽ പ്രവർത്തിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ യോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനത്തിനായിട്ട് സ്തോത്രം. ഈ ദേശനിവാസികൾക്കായിട്ട് സ്തോത്രം. ഈ പന്തലിന്റെ കീഴിലും അതിന് വെളിയിലുമായി ഈ ശബ്ദത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് അവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി സ്വർഗം സന്തോഷിക്കുവാൻ, നിന്റെ നാമം മഹത്വപ്പെടുവാൻ, അടിയങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമസ്തവും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. മഹത്വമെല്ലാം അവിടെ നിന്ന് എടുത്താട്ടെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പ്രഘോഷണം ശ്രവിക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർക്കും വിവിധ പ്രാദേശിക സഭകളിൽ നിന്ന്, സ്ഥലം സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഭാവിശ്വാസികൾക്കും യോഗത്തിൻ്റെ നോട്ടീസ് ലഭിച്ച് ക്ഷണം സ്വീകരിച്ച് കോതമംഗലത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്.
ഇന്ന് രാത്രിയിലും ദൈവവചനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഒരവസരം കൂടെ ദൈവം ഒരുക്കി തന്നതോർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഈ രാത്രിയിൽ മുഖവര കൂടാതെ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ശ്രവിക്കാം. ദൈവവചനത്തിൻ്റെയും കർത്താവിൻ്റെ പരിശുദ്ധാരൂപിയുടെയും സ്പർശനം ജീവിതത്തിൽ അനുഭവിച്ച് അനുഗ്രഹീതരായി ഈ രാത്രിയിലും നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയുടെ വേദഭാഗമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ബൈബിൾ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ളവർക്കെല്ലാം ആ വേദഭാഗം തുറന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ പല കാരണങ്ങളാൽ കൊണ്ടുവരാൻ കഴിയാതെ വന്നിട്ടുള്ളവർ വായിക്കുന്ന വേദഭാഗം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശുനായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നതുകൊണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് നിരവധി രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കരങ്ങളിൽ നിന്ന് സൗഖ്യം ഏറ്റുവാങ്ങിയിട്ടുള്ളവർ കർത്താവിനോട് വളരെ നന്ദിയുള്ളവരായിട്ട് ജീവിച്ചിട്ടുമുണ്ട്. അങ്ങനെ കർത്താവായ യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച 10 കുഷ്ഠരോഗികൾക്ക് ലഭിച്ച സൗഖ്യവും ആ സൗഖ്യത്തിൻ്റെ വിധവും അവർക്ക് കർത്താവ് ഏതു വിധത്തിലായിരുന്നു എന്നതിനെ സംബന്ധിച്ചും കർത്താവിങ്കിൽ നിന്ന് ലഭിച്ച സൗഖ്യത്തിന് പ്രത്യുപകാരമായി 10 പേരിൽ ഒരുവൻ കർത്താവിനോടെങ്ങനെ പ്രതികരിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വായിച്ചു കേട്ടത്. ഇവിടെ പറയുന്ന 10 കുഷ്ഠരോഗികൾ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാന രീതി അനുസരിച്ച് ബൈബിളിൽ രോഗങ്ങളെക്കുറിച്ച്, രോഗികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആത്മീയ ആശയത്തിലേക്ക് വരുമ്പോൾ പാപത്തിൻ്റെയും പാപികളുടെയും ചിത്രമായിട്ടാണ് സാധാരണ വ്യാഖ്യാനിക്കാറുള്ളത്. ആ വ്യാഖ്യാനം തെറ്റ് എന്ന് പറയുവാൻ കഴിയുകയുമില്ല. ഈ കുഷ്ഠരോഗികൾ കുഷ്ഠം പാപത്തിൻ്റെയും പാപികളുടെയും ചിത്രമായിട്ടാണ് ഇരിക്കുന്നത്. പാപം കുഷ്ഠം പോലെ തന്നെ ഭയാനകമായിരിക്കുന്ന ഒരു രോഗമാണ്. ഒരു കുഷ്ഠരോഗിയെ സമൂഹം അടുപ്പിക്കാതിരിക്കുന്നത് പോലെ പാപം ഒരു വിധത്തിലും ദൈവസന്നിധിയിൽ മനുഷ്യനെ അടുപ്പിക്കുന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല,
ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നാണ്. അത്രമാത്രം പാപം ദൈവസന്നിധിയിൽ അറയ്ക്കപ്പെടുന്നതും വെറുക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഈ കുഷ്ഠരോഗികളും അവർക്ക് ലഭിച്ചിരിക്കുന്ന കുഷ്ഠവും പാപികളുടെയും പാപത്തിന്റെയും ചിത്രമായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയും. നാം പഴയ നിയമ തിരുവെഴുത്തുകളിലും പുതിയ നിയമ തിരുവെഴുത്തുകളിൽ സുവിശേഷങ്ങളിലും നിരവധി കുഷ്ഠരോഗികളെ കുറിച്ച് കാണുന്നുണ്ട്. ആ കുഷ്ഠരോഗികളൊക്കെ സമൂഹത്തിൽ എങ്ങനെയായിരുന്നുവെന്നും സമൂഹം അവരോടെങ്ങനെ ബന്ധം പുലർത്തിയിരുന്നുവെന്നും ദൈവം അവരോടെങ്ങനെ ഏർപ്പെട്ടുവെന്നും തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. കുഷ്ഠരോഗികളെ സംബന്ധിച്ചുള്ള പ്രമാണം മോശയുടെ ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷ ലേവ്യ പുസ്തകം 13, 14 ഈ അധ്യായങ്ങളൊക്കെ നാം വായിച്ചാൽ കുഷ്ഠരോഗികളോട് എങ്ങനെ ഇടപെടണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദഭാഗം ഞാൻ എടുത്ത് വായിച്ച് വിശദീകരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 1-2 വാചകങ്ങളിൽ പറഞ്ഞു പോക മാത്രം. അവിടെ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരുവന്റെ ശരീരത്തിൽ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം കണ്ടാൽ അവനെ പിടിച്ചുകൊണ്ട് പുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ അവനെ പരിശോധിച്ചിട്ട് അവൻ കുഷ്ഠരോഗി എന്ന് തെളിഞ്ഞാൽ ആദ്യം പറയുന്നത് അവൻ തല മൂടാതിരിക്കണമെന്നാണ്. രണ്ടാമത് അവന്റെ വസ്ത്രം കീറിക്കളയണം എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് അവന്റെ വായ മൂടിക്കെട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നു. നാലാമത് അവന്റെ പാർപ്പ് സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് പാളയത്തിന് പുറത്ത് ഒറ്റപ്പെട്ടവനായിട്ട് അവൻ പാർക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പാപിയായ മനുഷ്യനോടുള്ള ബന്ധത്തിലും വേദപുസ്തകത്തിന്റെ നിയമം ഇതുതന്നെയാണെന്നുള്ളതിന് സംശയമില്ല. ഒരു പാപിയായ മനുഷ്യനെ സംബന്ധിച്ച് ഈ കുഷ്ഠരോഗിയുടെ തല മൂടാതിരിക്കണം എന്നെഴുതിയിരിക്കുന്നതെങ്കിൽ തല മൂടുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ കാലത്ത്, പഴയ നിയമകാലത്ത് പുരുഷന്മാർ പോലും തല മൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതവരുടെ മാന്യതയാണ്, ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അവനത് മൂടാതിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ അനാദരിക്കപ്പെട്ടവനായി തീർന്നു എന്നാണ്. ഒരു പാപിയെ സംബന്ധിച്ച് അവൻ ദൈവസന്നിധിയിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ അനാദരിക്കപ്പെട്ടവനാണ്. ദൈവമുൻപിലും മതത്തിന് മുൻപിലും അവൻ അനാദരിക്കപ്പെട്ടവനാണ്. അഥവാ അവൻ അവഗണിക്കപ്പെട്ടവനാണ്. അവൻ ബഹുമാന്യനല്ല. രണ്ടാമത് അവന്റെ വായ് മൂടിയിരിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ അവൻ അയോഗ്യനാണ്. സ്തുതിക്കാൻ പാടില്ല. ഒരു പാപിയെ സംബന്ധിച്ച് അവന്റെ മനസ്സിന്റെ സംതൃപ്തിക്കായി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലോ ക്ഷേത്രത്തിലോ മോസ്കിലോ അവൻ പോകുന്നുണ്ട്. യോഗങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ പലയിടത്തും ഓർപ്പിക്കാറുള്ളത് പോലെ അവൻ പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഒരു പാപിയായ മനുഷ്യനെ സംബന്ധിച്ച് അവന് പ്രാർത്ഥിക്കുവാനോ പാടുവാനോ പ്രസംഗിക്കുവാനോ വാസ്തവത്തിൽ അർഹനല്ല എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ പ്രാർത്ഥന, പാട്ട് എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. സന്ദർഭവശാൽ ഞാൻ ഒരു വാക്ക് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഈ പാട്ടിന് ഇവിടെ പേര് മറന്നുപോയി, മോന്റെ പേര് ടിങ്കിൾ. എപ്പോഴും വിളിക്കുന്ന പേരാ ടിങ്കിളാണ് ഇവിടെ നറേഷൻ പറഞ്ഞത്. ടിങ്കിൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും പാട്ടിനിടയിൽ നറേഷൻ പറയുന്ന ആൾക്കാര് ഓരോ പാട്ടിന് ശേഷം പാട്ടിനെ സംബന്ധിച്ചൊരു മുഖവര പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയും, അതുകൊണ്ട് ഈ അർത്ഥം വരുന്ന, ഈ ആശയം വരുന്ന ഒരു പാട്ട് ഇന്നാരും നമുക്ക് വേണ്ടി പാടും എന്ന് പറയാറുണ്ട്.
എനിക്കിത് കേൾക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു യേശുദാസിന്റെയോ MG ശ്രീകുമാറിന്റെയോ അങ്ങനെയുള്ള ആൾക്കാരുടെ പാട്ട് പരിചയപ്പെടുത്തുന്ന ഒരാള് ഇപ്പോൾ അവർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ഒരു പാട്ട് ഇവിടെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാർ പാടുമ്പോൾ നമുക്ക് വേണ്ടി പാടുന്നു എന്ന് തിരുവെഴുത്ത് ഒരിടത്തു പോലും പറഞ്ഞിട്ടില്ല. കർത്താവിന് പാടുകയാണ്. അപ്പോൾ പറയേണ്ടത്, ഇപ്പോൾ ആ പാട്ട് കർത്താവിന്റെ മഹത്വത്തിനായി സഹോദരൻ ഇന്നാര് പാടും എന്ന് പറയുന്നതാണ് കുറെ കൂടെ ദൈവമഹത്വത്തിന് ഉചിതമായിരിക്കുന്നത്. ടിങ്കിൾ എങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ശരിക്ക് കേട്ടില്ല. എന്നാൽ പലയിടത്തും അങ്ങനെയാണ് പറയാറുള്ളത്. കാരണം എഫേസ്യ ലേഖനം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് പാടേണ്ട പാട്ട് പാടുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും. അപ്പൊ പാടുന്നത് കർത്താവിന് വേണ്ടിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിനോടാണ്, പാടുന്നത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, പ്രസംഗിക്കുന്നത് കർത്താവിന്റെ വചനം കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഇത് അന്ധകാരത്തിലിരിക്കുന്ന, ഇരുട്ടിലിരിക്കുന്ന, അശുദ്ധിയിലിരിക്കുന്ന, പാപത്തിലിരിക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ അനുവാദമില്ല. പാപത്തിന്റെ ഇരുട്ടിലിരിക്കുന്ന മനുഷ്യനെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ അവൻ അനുവാദമില്ല. അവന്റെ വായു മൂടിക്കെട്ടിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ പല സ്ഥലങ്ങളിലും കാണുന്നത് പ്രസംഗം ഒരു തൊഴിലായിട്ട് എടുത്തിരിക്കുന്നവരെയാണ്. വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും കുറെ ബുക്കിന്റെ സഹായത്തോടുകൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പാപങ്ങൾക്ക് മോചനം വന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഒരു ചെറിയ സമൂഹത്തിന്റെ നേതാവായിട്ട് അവരോധിക്കപ്പെടുകയും ആ സമൂഹത്തിന്റെ മധ്യേ പ്രസംഗിച്ചു പോകുന്ന ഒരു പതിവ് ഇന്ന് പലയിടത്തുമുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ പാപം പരിഹരിക്കപ്പെടാതെയുള്ള പോക്കാണെങ്കിൽ ആ വ്യക്തി പ്രസംഗിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ അവന്റെ വായ മൂടിക്കെട്ടിരിക്കണമെന്ന് പറയുന്നു. മൂന്നാമത്, കുഷ്ഠരോഗിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവന്റെ വസ്ത്രം കീറിക്കളയുക. ഞാൻ കുറെ കൂടെ കടന്നുള്ള ഒരു വ്യാഖ്യാനം പറയുകയാണ്, അവൻ വിവസ്ത്രനായിരിക്കുക, വസ്ത്രമില്ലാത്തവനായിരിക്കുക. ഇതാണ് പാപം മനുഷ്യ ജീവിതത്തിൽ സാധിപ്പിച്ചത്. ആദിയിൽ മനുഷ്യൻ ഇതുപോലെ വസ്ത്രം ധരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവന് വസ്ത്രം വേണ്ടായിരുന്നു. ഇരുവരും നഗ്നരായിരുന്നുവെന്ന് ആദമിനും ഹവ്വയെക്കുറിച്ചും വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എഴുതിയിരിക്കുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, പുറമേ കാണുവാനുള്ള ഒരു വസ്ത്രം അവർക്കില്ലെങ്കിൽ തന്നെയും ദൈവ തേജസ് അവരെ ചുറ്റുമിന്നിയിരുന്നു. യഹോവയുടെ തേജസ്സിനാൽ ഉടുക്കപ്പെട്ട ഒരു ശരീരമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ പാപം അവരിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ തേജസ് നഷ്ടപ്പെട്ടു. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് വിവസ്ത്രരായിട്ട് അവർ മാറുകയാണ് ചെയ്തത്. അപ്പോഴാണ് നഗ്നരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുകയും അത്തീല കൊണ്ട് അരയാടയുണ്ടാക്കി അവർ ഉടുത്തതായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാപിയായ മനുഷ്യൻ, പാപത്തിന്റെ കുഷ്ഠം പിടിച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവതേജസ് നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നഗ്നരായിട്ട് മാറി. നാലാമത്, കുഷ്ഠരോഗിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഒറ്റപ്പെട്ടവനാണ്, അവഗണിക്കപ്പെട്ടവനാണ്, പാളയത്തിന് പുറത്തു വാസം ചെയ്യുന്നവനാണ്. ഒരു പാപിയായ മനുഷ്യനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അവൻ പാപനിമിത്തം ദൈവമുമ്പാകെ അവഗണിക്കപ്പെട്ടവനാണ്, ദൈവത്തോടടുക്കുവാൻ അർഹതയില്ലാത്തവനാണ്, ദൈവസന്നിധിയിൽ ചെല്ലുവാൻ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുവാൻ അവൻ യോഗ്യതയുള്ളവനല്ല, അവൻ അവഗണിക്കപ്പെട്ടവനാണ്. ഇതാണ് കുഷ്ഠരോഗിയെ സംബന്ധിച്ചുള്ള പ്രമാണമെങ്കിൽ പാപിയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് പ്രമാണം. എന്നാൽ ഒരു വ്യത്യാസം കൂടെ ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ. കുഷ്ഠത്തെക്കാൾ മാരകമായിരിക്കുന്ന, കുഷ്ഠത്തെക്കാൾ ഏറ്റവും മ്ലേച്ഛമായിരിക്കുന്ന ഒരു രോഗമാണ് മനുഷ്യന്റെ പാപരോഗം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യനെ പാപിയെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പലയിടത്തും പലവരും പറഞ്ഞിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. ഞാൻ 1980കളുടെ ആരംഭത്തിൽ
പുല്ലാട് കുമ്പനാട് സമീപത്ത് ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് താമസിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ പ്രവർത്തിക്കുന്ന നാളുകളിൽ കോഴഞ്ചേരിക്ക് പോകുവാൻ ഞാൻ പുല്ലാടെന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ജംഗ്ഷനിൽ പോയി നിൽക്കുകയുണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ സമീപത്ത് ഒരു യുവാവ് വന്നു നിന്നു. ഞാൻ അവനെ പരിചയപ്പെട്ടു. അവൻ BA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവനോട് ഞാൻ ആത്മീയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ പാപത്തെക്കുറിച്ചും പാപികളെക്കുറിച്ചും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ ബസ് വരുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ അതുവരെ ശാന്തമായി കേട്ടുകൊണ്ടിരുന്നവൻ ലേശം ഇഷ്ടപ്പെടാത്ത വിധത്തിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഉപദേശമാർക്ക് വന്നിരിക്കുന്ന തകരാർ ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ അവനോട് പറയുന്നത് നീ പാപിയാണ്, നിന്നിൽ പാപമുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, പാപം അത്ര മോശമായിരിക്കുന്ന കാര്യമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെന്താണ് ഈ പാപം? എന്റെ ദൃഷ്ടിയിൽ അല്ല, ദൈവസന്നിധിയിൽ തന്നെ പാപം മോശമായിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ പാപം അങ്ങനെയല്ലെങ്കിൽ പിന്നെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ മറുപടി, പാപം അതൊരു കലയാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു, ചിത്രം രചിക്കുന്നത് ഒരു കലയാണ്, അഭിനയിക്കുന്നത് ഒരു കലയാണ്, അതുപോലൊരു കലയാണോ പാപം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് സംശയം, അതൊരു കലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കല പ്രോത്സാഹനം അർഹിക്കുന്ന ഒന്നല്ലേ? പാട്ടുപാടുവാൻ, ചിത്രം രചിക്കുവാൻ, അഭിനയിക്കുവാൻ കഴിവുള്ള ഒരാളെ കണ്ടുകിട്ടിയാൽ ആ ആളിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ധർമ്മമാണല്ലോ. അങ്ങനെയെങ്കിൽ പാപം ഒരു കലയാണെങ്കിൽ പാപത്തെ പ്രോത്സാഹിപ്പിക്കണ്ടേ? അത് വേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചോദിച്ചത്, അങ്ങനെയെന്ന് വന്നാൽ ഇന്ന് രാത്രി മോഷണമെന്ന് പറയുന്നത് ഞങ്ങളുടെ മുൻപിൽ അതൊരു പാപമാണ്, ബൈബിളിൽ പാപമാണ്, ദൈവസന്നിധിയിൽ പാപമാണ്. നിങ്ങൾ പറയുന്നത് അത് കലയാണ്, മോഷണം കലയാണ്, അത് പാപമാണ്, പാപം കലയാ, അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയും നിങ്ങളുടെ വീട്ടിൽ മോഷണമെന്ന ഒരു കലാപരിപാടി ഒരാൾ അവതരിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ മിണ്ടിയില്ല. ഞാൻ തന്നെ മറുപടി കൊടുത്തു, അപ്പോൾ കല കൊലയായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാപമെന്ന് പറയുന്നത് ഒരു കലയെന്ന് ധരിക്കുന്ന നിരവധി ആൾക്കാർ ഇന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപം ഒരു കലയല്ല. മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനേക്കാൾ മാരകമായ ഒരു ആത്മീയ രോഗമാണ് പാപമെന്ന് പറയുന്നത്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ പാപമാണ്. മനുഷ്യൻ മരിക്കുന്നതിന്റെ കാരണം, രോഗത്തിന്റെ കാരണം, കഷ്ടതയുടെ കാരണം, മനുഷ്യന്റെ വേദനയുടെ കാരണം, അഴിക്കുന്തോറും കുരുക്കുകളേറുന്ന അവന്റെ പ്രശ്നങ്ങളുടെ കാരണം ഒക്കെ പാപമാണ്. വേദപുസ്തകം അത് വെളിപ്പെടുത്തുന്നുണ്ട്, ഇതര മതഗ്രന്ഥങ്ങളും അത് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്നാണ്. ആകയാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച തോറും നിസ്കരിക്കാൻ പോകുന്ന മുഹമ്മദിയനെന്നോ, ഞായറാഴ്ച തോറും ആരാധിക്കുവാൻ പോകുന്ന ക്രൈസ്തവനെന്നോ, ദിവസം തോറും ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന ഹൈന്ദവനെന്നോ വ്യത്യാസമില്ലാതെ പരിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ മനുഷ്യ സൃഷ്ടി മുഴുവൻ പാപകുറ്റത്താൽ പിടിപെട്ട് ഏറ്റവും മലിമസമായിരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കുമ്പോൾ അതില്ലെന്ന് പറയാൻ നമുക്കെന്ത് അധികാരം? റോമാലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആകയാൽ നമുക്കെന്ത് വിശേഷത? യഹൂദനും യവനനും ഒരുപോലെ പാപത്തിന്റെ കീഴെയാകുന്നുവെന്നാണ്. പാപം ഒരു രാജാവിനെ പോലെ മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിന്റെ ഉൽപ്പത്തിയിൽ മനുഷ്യ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവസൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനിൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഇന്നു വരെ മനുഷ്യനിൽ ഒരു രാജാവിനെ പോലെ പാപം വാണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപം പ്രവേശിച്ചു, പാപം പരന്നു, പാപം വാഴുന്നു. പ്രവേശിച്ച പാപം മനുഷ്യനിൽ പരന്നു, പരന്ന പാപം മനുഷ്യനെ വാണുകൊണ്ടിരിക്കുകയാണ്. ഇന്നതാണ് മനുഷ്യ സമൂഹത്തിൽ സമൂലം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ദൈവം വെറുക്കുന്ന മ്ലേച്ഛമായ ആത്മീയ രോഗമാണ് പാപം.
ഈ പാപകുഷ്ഠത്തിന്റെ ഒരു വലിയ ചിത്രമാണ് നാം ഇവിടെ വായിച്ച ഈ കുഷ്ഠരോഗികളും അവർ പ്രാപിച്ചിരിക്കുന്ന ഈ കുഷ്ഠവും. എന്നാൽ ഈ വിഷയത്തെ ഞാൻ വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പാപകുഷ്ഠത്തിന് പരിഹാരം കൊടുത്ത യേശുക്രിസ്തുവിന്റെ മഹത്വം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതക്കമിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വളരെ വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് ശ്രദ്ധയോടുകൂടെ ഇരിക്കാം. ഇവിടെ ഈ കുഷ്ഠത്തിന് പരിഹാരം കൊടുത്ത യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ സവിശേഷതകൾ 4 or 5 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സവിശേഷതകൾ മാത്രം ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രഭാഷകന്റെ ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഞാൻ പലയിടത്തും പലയാവർത്തി ഓർപ്പിച്ചിട്ടുള്ളതുപോലെ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 36ാമത്തെ വർഷമാണ്. കഴിഞ്ഞ 36 വർഷങ്ങളായി എന്റെ പ്രസംഗത്തിന്റെ വിഷയമെന്ന് പറയുന്നത് ഈ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇതിനോട് ചുറ്റപ്പെട്ട നിരവധി കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ പറയുമെന്ന് വരികിലും എന്റെ പ്രസംഗത്തിന്റെ വിഷയത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാറില്ല. കാരണം ഉയർത്തേണ്ടവനെ ഉയർത്തിയില്ലെങ്കിൽ അന്ന് രാത്രിയിൽ കഞ്ഞിയും കുടിച്ചു പോയി കിടന്നാൽ എനിക്ക് ഉറക്കം വരികയില്ല, എനിക്ക് തൃപ്തി വരികയില്ല. കാര്യം എന്നെ ഞാനാക്കി മാറ്റിയ, എന്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും തന്ന, എന്നെ നിങ്ങളുടെ മുൻപാകെ പിടിച്ചു നിർത്തിയിരിക്കുന്ന, എന്റെ ജീവിതത്തിനും രൂപാന്തരം വരുത്തിവെച്ച യേശുക്രിസ്തുവെന്ന മകൾ വ്യക്തിയെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താണ് പ്രസംഗിക്കുന്നത്? അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വേദഭാഗത്ത് നിന്ന് കുഷ്ഠരോഗികളായ ഈ വ്യക്തികൾക്ക് സൗഖ്യം കൊടുത്ത യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ ചില സവിശേഷതകൾ വളരെ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. ഒന്നാമത്തെ പ്രത്യേകത വായിച്ച വേദഭാഗത്തിന്റെ ആദ്യത്തെ വാക്യമായ 11ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവദാസൻ 11ാം വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വേഗത്തിൽ വായിച്ച് സഹായിച്ചാട്ട്. 11ാം വാക്യം. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ മതി. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ സവിശേഷത ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നടുവിലൂടെ കടക്കുന്ന ക്രിസ്തു. നടുവിലൂടെ കടക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി വിശദമായി ഞാൻ ഒരുങ്ങിയാൽ ആ ഒരൊറ്റ വിഷയം തന്നെ എനിക്ക് ലഭിച്ച സമയം മുഴുവൻ എടുത്ത് പ്രസംഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് അതിനെ സംബന്ധിച്ചു 2-3 വാചകങ്ങളിൽ ഒരു വിശദീകരണം തന്നിട്ട് രണ്ടാമത്തെ സവിശേഷതയിലേക്ക് കടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ മഹത്വം അഥവാ ശ്രേഷ്ഠത അല്ലെങ്കിൽ സവിശേഷത നടുവിലൂടെ കടക്കുന്ന ക്രിസ്തു എന്നാണ്. യേശുക്രിസ്തു നടുവിലൂടെ കടക്കുന്നവനാണ്. നടുവിലൂടെ കടക്കുന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു വിശദീകരണമുണ്ട്. ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, എപ്പോഴും യേശു നടുവിൽ എന്നുള്ളൊരു വിശദീകരണമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കാതെ യേശുക്രിസ്തു നടുവിൽ എന്നതിന് 4 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തു വിശുദ്ധ ബൈബിളിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. വേദപുസ്തകത്തിൽ നിരവധി കഥാപാത്രങ്ങളെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിരവധി കഥാപാത്രങ്ങളുണ്ട്. മാനിക്കപ്പെടാൻ യോഗ്യതയുള്ളവരും മാനിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവരുമായ നിരവധി വ്യക്തിത്വങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെയെല്ലാം നടുവിലൂടെ എന്നും യോഗ്യനായിട്ടിരിക്കുന്ന ഒരുവൻ കടന്നുപോകുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വേദപുസ്തകത്തെ സംബന്ധിച്ച് ഒരു വേദപണ്ഡിതാവ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 66 പുസ്തകങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു ചുവപ്പ് ചരടുണ്ട് എന്നാണ്. ആ ചുവപ്പ് ചരടെന്ന് പറയുന്നത് ഞാനിവിടെ അടയാളത്തിന് വെച്ചിരിക്കുന്നത് ഒരു ചുവപ്പ് ചരടാണ്. വേറെ ഒരു അടയാളം പഴയ നിയമത്തിൽ വെക്കാൻ ഒരു മഞ്ഞച്ചരടുമുണ്ട്. ഈ ചരടിനെ ഉദ്ദേശിച്ചല്ല ഇവിടെ ചുവപ്പ് ചരട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. 66 പുസ്തകങ്ങളിലൂടെ കടന്നുപോകുന്ന ചുവപ്പ് ചരടെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഏക വിഷയം മാത്രമേ ഉള്ളൂ. ബൈബിളിലെ വിഷയം 10 വിഷയങ്ങളായി വേദശാസ്ത്രജ്ഞന്മാര് തിരിച്ചിട്ടുണ്ട്. എന്നാൽ ബൈബിളിലെ 10 വിഷയങ്ങൾ വേദശാസ്ത്രജ്ഞന്മാര് ഓരോ വിഭാഗങ്ങളായി വിഭജിച്ചു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ 10 വിഷയങ്ങളെ മുഴുവനാക്കി
മാറ്റിക്കൊണ്ട് ഒന്നാക്കിക്കൊണ്ട് പറഞ്ഞാൽ ബൈബിളിന്റെ കേന്ദ്ര വിഷയമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ ഒന്നെന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന വ്യക്തിത്വമാണ്, വീണ്ടെടുപ്പുകാരനാണ്, രക്ഷിതാവാണ് ഈ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ നടുവിലൂടെ ബൈബിളിന്റെ ഏതൊരു ഭാഗം നാം എടുത്തു പരിശോധിച്ചാലും, എനിക്കിതൊക്കെ പറയാൻ വലിയ സന്തോഷമാണ്, ബൈബിളിന്റെ ഏതൊരു ഭാഗം എടുത്തു പരിശോധിച്ചാലും അവിടെയെല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഈ മഹത്വധാരിയായ ക്രിസ്തുവിനെയാണ്. എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞാൽ, ശരീരത്തിന്റെ ഏതൊരു ഭാഗം മുറിച്ചെടുത്താലും അവിടെയൊക്കെ രക്തം കാണുന്നത് പോലെ 66 പുസ്തകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ എടുത്തു പരിശോധിച്ചാലും അവിടെയെല്ലാം വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ ഒരു ക്രിസ്തുഭക്തന്, ഒരു വേദപണ്ഡിതാവിന് ദർശിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ബൈബിളിന്റെ നടുവിലൂടെ കടന്നുപോകുന്ന വ്യക്തിവിശേഷമാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. രണ്ടാമത്, ചരിത്രത്തിന്റെ നടുവിലൂടെ കടന്നുപോകുന്നവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചതോടുകൂടിയാണ് BC AD എന്ന കാലം രണ്ടായി വിഭജിക്കപ്പെട്ടത്, ചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടത്. അതുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതിനാൽ കാലത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ചു. അങ്ങനെ BCയുടെയും ADയുടെയും മധ്യഭാഗത്തൂടെ ആ ചരിത്രത്തിന്റെയും കാലത്തിന്റെയും നടുവിലൂടെ കടന്നുപോകുന്ന അനുഗ്രഹീതമായ വ്യക്തിത്വമാണ് ഈ കർത്താവായ യേശുക്രിസ്തു. ഞാൻ പറയട്ടെ, ചരിത്രത്തിന്റെ നടുവിലൂടെ കടന്നുപോയ യേശുവിനെ ഞാൻ കണ്ടില്ലെന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത്? ചരിത്രത്തിന്റെ കോണിലൂടെ നടന്നുപോയവനല്ല, ചരിത്രത്തിന്റെ മൂലയിലൂടെ നടന്നുപോയവനല്ല, ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തൂടെയും നടന്നുപോയവനല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ചരിത്രത്തിന്റെ നടുവിൽ, ചരിത്രത്തിൽ ഏതൊരു കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യന് കാണത്തക്കവണ്ണം ചരിത്രത്തിന്റെ നടുവിലൂടെ നടന്നുപോയവനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിനു സ്തോത്രം. അതുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിലൂടെ കടന്നുപോയ ക്രിസ്തു, ചരിത്രത്തിൽ വിരാജിക്കുന്ന, ചരിത്രത്തിന്റെ ആണിക്കല്ലായി, ചരിത്രത്തിന്റെ നട്ടെല്ലായി, ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയവനായി ഇന്നും നിലനിൽക്കുന്ന ഏക പുരുഷ വിശേഷം എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് അവിടുന്ന് ചരിത്രത്തിന്റെ നടുവിലൂടെ കടന്നുപോയവനാണ്. മൂന്നാമത്, ലോകത്തിന്റെ നടുവിലൂടെ കടന്നുപോയവനാണ്. നാം ഭൂലോകത്തിന്റെ വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ, ഒറ്റ നടുവെടുത്തു നോക്കുക, അവിടെയാണ് യേശു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും അവിടുത്തെ ശുശ്രൂഷകളൊക്കെ നടന്നത്. അങ്ങനെ ലോകത്തിന്റെ മധ്യഭാഗത്ത്, കേൾക്കുക, ലോകത്തിന്റെ മധ്യഭാഗത്ത്. അതുകൊണ്ട് ലോകത്തിന്റെ നടുവിലൂടെ കടന്നുപോയ ഈ യേശുവിനെ കണ്ടില്ലെന്ന് പറയാൻ ആർക്ക് കഴിയും? ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്ന് നോക്കിയാലും ലോകത്തിന്റെ നടുവിലൂടെ കടന്നുപോയ യേശുവിനെ എല്ലാവർക്കും കാണാം, വിവരിക്കാൻ നിവൃത്തിയില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? ലോകം മുഴുവനായി ഏതെങ്കിലും ഒരുവന്റെ ജനനം ഓർക്കുന്നെങ്കിൽ അത് യേശുവിന്റെ ജനനമല്ലേ ഓർക്കുന്നത്? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഭാരതത്തിന്റെ ജനതയ്ക്ക് വിമോചനം കൊടുക്കുവാൻ, സ്വാതന്ത്ര്യം കൊടുക്കുവാൻ, ഒടുവിലായി ഗോഡ്സേവിന്റെ വെടിയുണ്ടയേറ്റു മരിച്ച മഹാത്മാഗാന്ധിജിയുടെ ജനനവും മരണവും ഓർക്കുന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ജനതയാണ്. വേറൊരു ജനതയെ അത് ഓർക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ആഫ്രിക്കൻ ആ വർഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് വിമോചനം കൊടുക്കുവാൻ, ആ അടിമകളെ വിമോചിപ്പിക്കുവാൻ, സ്വതന്ത്രരാക്കുവാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ അതിനുവേണ്ടി വെടിയേറ്റു മരിക്കുകയുണ്ടായി. ആ ചരിത്രം നമുക്കറിയാം. ഈ ഏബ്രഹാം ലിങ്കന്റെ ജനനവും മരണവും ആരാണ് ഓർക്കുന്നത്? ഇന്ത്യക്കാരല്ല ഓർക്കുന്നത്, അത് അമേരിക്കക്കാരാണ് ഓർക്കുന്നത്. അങ്ങനെ അതാത് രാജ്യത്തിലെ ഓരോ വ്യക്തികളുടെ ജനനവും ഓരോ വ്യക്തികളുടെ മരണവും അതാത് രാജ്യക്കാരാണ് ഓർക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിലൊന്ന് ഓർത്തുകൊള്ളുക, കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഒരു വ്യക്തിയുടെ ജനനം ഒരു ജാതി മാത്രമല്ല, ഒരു രാജ്യം മാത്രമല്ല, ലോകത്തിലെ സകല രാജ്യത്തിലെ ഈ സകല മനുഷ്യരും ഒരുപോലെ ഓർക്കുന്ന ജനനമാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ ജനനമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം ഇതുപോലെ ലോകത്തിലെ സകല മനുഷ്യരും ഓർക്കുന്നുണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ച
പഠിച്ച പാഠങ്ങൾ ലോകത്തിലെ സകല തത്വചിന്തകന്മാരും സകല നേതാക്കന്മാരും മതഗുരുക്കന്മാരും ഉദ്ധരിച്ചു വിടാറുണ്ട്. കാരണം അവിടുന്ന് ലോകത്തിന്റെ നടുവിലൂടെ കടന്നുപോയ വ്യക്തിത്വമാണ്. അങ്ങനെ ബൈബിളിന്റെ നടുവിലൂടെ, ചരിത്രത്തിന്റെ നടുവിലൂടെ, കാലത്തിന്റെ നടുവിലൂടെ കടന്നുപോയ ഈ കർത്താവായ യേശു എത്ര ശ്രേഷ്ഠനാണ്. പക്ഷേ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഇന്ന് അനേകരുടെ ഹൃദയം സാത്താൻ കുരുടാക്കിയിരിക്കുന്നതിനാൽ യേശുക്രിസ്തുവിനേക്കാൾ അധികമോ യേശുക്രിസ്തുവിനെ പോലെയുള്ള സ്ഥാനമോ മറ്റു പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. അത് സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് വിശദീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കാതെ ഒരു സംഭവം മാത്രം പറയാം. കഴിഞ്ഞ ശനിയാഴ്ചയുടെ മുമ്പിലത്തെ ശനിയാഴ്ച കോട്ടയം എഡിഷൻ ആയിട്ടിറങ്ങിയ മലയാള മനോരമ ഇവിടെ വന്നോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ നിങ്ങൾ വായിക്കുന്നത് എറണാകുളത്തു നിന്നിറങ്ങുന്നതാ. പക്ഷെ കോട്ടയത്തു നിന്നിറങ്ങിയ മലയാള മനോരമയിൽ